Hello friends, welcome to Fuel Miles. I am bike review. I am a Ducati multistrada 1200S. The girls with their nails done now. Girls with their nails done. The girls with their nails done. This is the Ducati multistrada 1200S model. This is actually an adventure bike. Adventure bike is a linear power. We have a power and smooth highway model. But this is power Ducati is an Italian brand. Italian design അവർ മുക്കും മൂലയും അത്ര ഒരു നല്ലൊരു ആർട്ടായിട്ടായിരിക്കും അവരെല്ലാം ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഡുക്കാട്ടി മൾട്ടിസ്ട്രാഡിൻ്റെ ഡിസൈനിങ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും അത്ര നല്ല രീതിയിലുള്ള എയറോഡൈനാമിക് ആയിട്ടുള്ള ഷേപ്പാണ് ഈ ഫ്രണ്ട് പോർഷൻ എല്ലാം കൊടുത്തേക്കുന്നത്. നമുക്ക് ശരിക്കും ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഡുക്കാട്ടിൻ്റെ സ്പോർട്സ് ബൈക്കൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അവരുടെ ഫ്രണ്ട് ഡിസൈൻ സെയിം ആ ഒരു വി ഷേപ്പിൽ തന്നെയാണ് ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈൻ കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ ഹെഡ്ലൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുള്ളി LED ലൈറ്റാണ് കേട്ടോ. അതേപോലെ DRLും വരുന്നുണ്ട്. ഭയങ്കര ലൈറ്റിംഗ് ആണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇതിൻ്റെ 3 പ്രൊജക്ഷൻ ലൈറ്റ്സ് നമുക്കുണ്ട്. നമുക്ക് രാത്രിയൊക്കെ റൈഡ് ചെയ്യാൻ നേരത്ത് നമ്മൾ ബ്രൈറ്റിലേക്ക് ഇടാൻ നേരത്ത് ഭയങ്കര വൈഡായിട്ടുള്ള ലൈറ്റിംഗ് ആണ് നമുക്ക് ഇതിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയൊരു ബീക്കും കൂടി അവർ ബിൽഡ് ചെയ്ത് ഒരു മൾട്ടി സ്ട്രാഡ എന്നുള്ള പേര് പോലെ തന്നെ ഒരു മൾട്ടി ലുക്കിലാണ് വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ ഭയങ്കര അടിപൊളി സീറ്റിംഗ് ആണ് കേട്ടോ ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. എനിക്ക് ശരിക്കും നല്ല രീതിയിൽ തന്നെ എൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 5.9 ഹൈറ്റാണ് വരുന്നത്. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാല് എല്ലാം എത്തുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഹാൻഡ്ലിംഗ് ആണെങ്കിൽ കുറച്ച് ഹാൻഡിലാണ് വരുന്നത്. അതുകൊണ്ട് നല്ല വൈഡാണ്. അപ്പോൾ റൈഡ് ചെയ്യാൻ നേരത്ത് നല്ല കംഫർട്ടബിളായിട്ട് തന്നെ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ഇരുന്ന് നമുക്ക് റൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഡുക്കാട്ടി മൾട്ടിസ്ട്രാഡ എസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ സസ്പെൻഷനാണ്. ഇതിൻ്റെ സസ്പെൻഷൻ പറഞ്ഞാൽ സ്കൈ ഹൂക്ക് സസ്പെൻഷനാണ് വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ആണെങ്കിലും റിയർ ആണെങ്കിലും അതുപോലെ പ്രീലോഡഡ് ആണെങ്കിലും നമുക്ക് മാനുവലി 8 മോഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരാളിരുന്ന് റൈഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ 2 പേരിരുന്ന് റൈഡ് ചെയ്യുമ്പോഴോ നമുക്ക് ആ ആൾക്കാരുടെ വെയ്റ്റിനനുസരിച്ച് നമുക്ക് സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് സൈഡിൽ സൈഡ് ബോക്സോ അല്ലെങ്കിൽ ടോപ്പ് ബോക്സ് മാത്രമായിട്ട് വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വെയ്റ്റും 2 പേരും കൊടുക്കുമ്പോൾ അതുവരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കൺട്രോൾ ചെയ്ത് നമുക്ക് നല്ലൊരു കംഫർട്ടബിൾ റൈഡായിട്ട് നമുക്ക് പോകാൻ പറ്റും. പിന്നെ ബ്രേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഡ്യുവൽ ഡിസ്ക്കാണ് വരുന്നത്. അത് ബ്രംബോൻ്റെ ബ്രേക്സ് ആണ് വരുന്നത്. അതേപോലെ തന്നെ ബാക്കിലും ബ്രംബോൻ്റെ ബ്രേക്ക് തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ സിംഗാമ്പ് സിംഗിൾ സൈഡ് സിംഗാമ്പാണ് വരുന്നത്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓഫ് റോഡിലോ അതുപോലെ തന്നെ നമ്മൾ ട്രാക്കിലോ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ടയർ ചേഞ്ചിങ് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ L-twin എഞ്ചിനാണ് പറഞ്ഞത്. 1200cc ആണ്. ഇതിൻ്റെ BHP വരുന്നത് 160 BHP 136 Nm ആണ് വരുന്നത്. ടോർക്ക് വരുന്നത് 138 Nm അറ്റ് 7500 RPM ആണ് വരുന്നത്. ഇതിൻ്റെ ഹൈ സ്പീഡ് എന്ന് പറയുന്നത് 260 km സ്പീഡാണ് വരുന്നത്. ഇതിൻ്റെ ഫ്യൂൽ കപ്പാസിറ്റി വരുന്നത് 20 ലിറ്റേഴ്സാണ് വരുന്നത്. അതേപോലെ ഇതിൻ്റെ മൈലേജ് കമ്പനി പറയുന്നത് 17 to 23 മൈലേജാണ് കമ്പനി പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് വന്നതെന്ന് വെച്ചാൽ നമുക്ക് ഹാൻഡിലിൽ തന്നെ കേട്ടോ. ഹാൻഡ് ഗാർഡിലാണ് നമുക്ക് ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം വരുന്നത്. അതുപോലെ തന്നെ ബാക്കോട്ട് വരികയാണെങ്കിൽ ഇതിൻ്റെ ബ്രേക്ക് ലൈറ്റ് നല്ലൊരു LED ലൈറ്റാണ് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വണ്ടി റൈഡ് ചെയ്ത് നോക്കാം. റൈഡ് ചെയ്ത് നോക്കുന്നതിന് മുമ്പ് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. എന്ന് വെച്ചാൽ 1200cc 160 BHP എന്ന് പറയുന്നത് അതൊരു വേറെ ലെവലിനെ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. ഒരു ടൂറിംഗ് ബൈക്കിന് 160 BHP എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെ. എന്ന് വെച്ചാൽ ഏകദേശം ഒരു സ്പോർട്സ് ബൈക്കിൻ്റെ ഒരു BHP ആണ് നമുക്ക് മൾട്ടിസ്ട്രാഡ 1200S നമുക്ക് ഡുക്കാട്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ മൾട്ടിസ്ട്രാഡിൻ്റെ കീ വരുന്നത് കീലെസ് എൻട്രി ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും കീ പോക്കറ്റിൽ ഉണ്ടായാൽ മാത്രം മതി. അതേപോലെ തന്നെ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്കൊരു ബട്ടൺ വരുന്നുണ്ട്. ആ ബട്ടൺ നമ്മൾ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീൻ ഓൺ ആവും. അതിനുശേഷം നമുക്ക് എപ്പോഴും എൻജിൻ ഓഫ് സ്വിച്ച് ഓൺ ആക്കുക, സ്റ്റാർട്ട് ചെയ്ത് അപ്പോഴേക്ക് നമുക്ക് വണ്ടി സ്റ്റാർട്ടാവും. ഇനി ഈ സൈഡിൽ വരാൻ നേരത്ത് നമുക്ക് മെനു കൺട്രോളിങ് ഇവിടെ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ക്രൂസ് കൺട്രോൾ ഓഫും ഓണും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പിന്നെ നമുക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ്, അതേപോലെ നമുക്ക് ഹോൺ സ്വിച്ച്, അതേപോലെ അസാർട്ട് സ്വിച്ച്, അതേപോലെ നമുക്ക് ഹെഡ്ലൈറ്റ് പാസ് സ്വിച്ച്. അത് നമുക്ക് ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം, നമുക്ക് ടൈം കാണാം. പിന്നെ നമ്മൾ ഏത് മോഡലിലേക്കാണ് ഇട്ടേക്കണമെന്ന് നമുക്ക് അറിയാൻ പറ്റും.
പിന്നെ നമുക്ക് സൈഡ് സ്റ്റാൻഡിൻ്റെ ഇത് കാണിക്കും. ഇപ്പോൾ സൈഡ് സ്റ്റാൻഡ് ഞാൻ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ്. അതേപോലെ പിന്നെ നമുക്ക് ഏത് ഗിയറാണ്, ന്യൂട്രലാണോ അത് ഏത് ഗിയറിലാണെന്ന് അറിയാൻ പറ്റും. അതേപോലെ സ്പീഡ്, അതേപോലെ എത്ര കിലോമീറ്റർ വണ്ടി ഓടി, നമുക്ക് എത്ര മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ബ്ലൂടൂത്ത് വഴി നമ്മൾ ഫോൺ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആരാണ് കോൾ വിളിക്കുന്നതെന്നുള്ള അവരുടെ പേര് ഇവിടെ കാണിക്കും. റേസിനും കാര്യങ്ങളും വരുന്നുണ്ട്. അതേപോലെ ABS ലെവല്, അതേപോലെ തന്നെ നമുക്ക് ഈ സൈഡിലൊക്കെ നോക്കിയാൽ നമുക്ക് ഇൻഡിക്കേറ്റർ ലൈറ്റേഴ്സ് വരുന്നുണ്ട്, പിന്നെ ഫ്യൂൽ ഇൻഡിക്കേഷൻ വരുന്നുണ്ട്, പിന്നെ ബ്രൈറ്റ് വരുന്നുണ്ട്, പിന്നെ നമുക്ക് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി റൈഡ് ചെയ്ത് നോക്കാം അല്ലേ. നമുക്ക് റൈഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇതേപോലെ സസ്പെൻഷനും അതേപോലെ ഹാൻഡ്ലിങ്ങും ബ്രേക്കിങ്ങും എല്ലാം നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു റൈഡ് പോയിട്ട് വരാം. ഇപ്പോൾ എൻഡോറയിലാണോ ഞാൻ ആദ്യം റൈഡ് ചെയ്ത് നോക്കുന്നത്. എൻഡോറയിൽ ആക്ച്വലി ഭയങ്കര സ്മൂത്തായിരുന്നു. ഞാൻ സിറ്റിയിൽ ആക്ച്വലി ഞാൻ ക്യാമറ ഇത് ചെയ്തില്ല, പക്ഷേ എൻഡോറയിൽ ഓടിച്ചിട്ട് എനിക്ക് നല്ല സ്മൂത്ത്നെസ് ആയിരുന്നു. അതേപോലെ സിറ്റിയിൽ ഓടിക്കാൻ നേരത്ത് എനിക്ക് ഒരു നല്ലൊരു ബ്രേക്കിങ്ങും അതേപോലെ തന്നെ വണ്ടി നമ്മൾ ബ്ലോക്കിലെടുക്കാൻ നേരത്ത് നമുക്ക് ക്ലച്ചൊക്കെ കുറച്ചും കൂടി ഈസി ആയിട്ട് സ്മൂത്തായിട്ട് ഇത് ചെയ്യാൻ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. ഇപ്പോൾ ഞാൻ ഹൈവേയിലേക്ക് കയറിയപ്പോൾ ഞാൻ സ്പോർട്സ് മോഡിലേക്ക് ഞാൻ ചേഞ്ച് ചെയ്തു. സ്പോർട്സ് മോഡിലേക്ക് കയറിയപ്പോൾ എൻ്റയർലി വണ്ടി ഡിഫറെൻ്റായി. വണ്ടീൻ്റെ ബ്രേക്കിംഗ് ആണെങ്കിലും വണ്ടീൻ്റെ സസ്പെൻഷൻ ആണെങ്കിലും വണ്ടീൻ്റെ ത്രോട്ട് പവർ ആണെങ്കിലും എല്ലാം ഡിഫറെൻ്റായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ 120 bhp നിന്ന് 160 bhpയിലേക്ക് ചേഞ്ച് ചെയ്ത് ശരിക്കും തന്നെ വണ്ടി റൈഡ് ചെയ്യാന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡുക്കാറ്റിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരിക്കലും തന്നെ അവർ പവറിന് കോംപ്രമൈസ് അവർ ചെയ്യില്ല. അതേപോലെ തന്നെ എനിക്ക് ബ്രേക്കിംഗ്, ഈ പവർ നമുക്ക് ഡുക്കാറ്റി തന്നേക്കുന്ന പോലെ തന്നെ അടിപൊളി ബ്രേക്കിംഗ് ആണ് തന്നേക്കുന്നത്. എനിക്ക് ആക്ച്വലി ഞാൻ സ്പോർട്സ് മോഡിലാണ് റൈഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, 160 bhp ലാണ് ഞാനിപ്പോൾ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന എൻ്റെ ബ്രേക്കിംഗ്, എനിക്ക് സഡൻ ബ്രേക്കിംഗ് ഒക്കെ വരുമ്പോൾ അത്ര അടിപൊളി ബ്രേക്കിംഗ് ആണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവരുടെ സ്കൈ ഹൂക്ക് സസ്പെൻഷൻ എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഹൈവേയിൽ ഓടിക്കുമ്പോൾ ചില പാലങ്ങളിലൊക്കെ കയറാൻ നേരത്ത് ചെറിയൊരു ഡിപ്പ് വരുന്നുണ്ട്. ആ ഡിപ്പിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒട്ടും തന്നെ അറിയുന്നില്ല എന്ന് തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്കൈ ഹൂക്ക് സസ്പെൻഷൻ്റെ ശരിക്കും ആ ലെവൽ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഹാൻഡ്ലിങ് സത്യം പറഞ്ഞാൽ ഇത്ര വലിയൊരു വണ്ടി ഓടിക്കുന്നതായിട്ട് എനിക്ക് ഒട്ടും തന്നെ ഫീൽ ചെയ്യും. ഞാൻ ആക്ച്വലി ട്രയംഫ് ടൈഗറാണ് ഉപയോഗിക്കുന്നത്. ആ വണ്ടിനേക്കാളും അതിനേക്കാൾ വലിയ വണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ മൾട്ടിസ്ട്രാഡ എന്ന് പറഞ്ഞത്. പക്ഷേ അത്ര പോലും വലിയ വണ്ടിയെ ഓടിക്കുന്നൊരു ഫീല് എനിക്ക് തോന്നുന്നില്ല. അതേപോലെ ഇതിൻ്റെ ഹാൻഡിലാണെങ്കിൽ ഭയങ്കര വൈഡ് ഹാൻഡിലാണ്. അതേപോലെ കുറച്ച് ഹൈറ്റും ഉണ്ട്. അപ്പോൾ ഇരുന്ന് റൈഡ് ചെയ്യാൻ ഒട്ടും തന്നെ ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സീറ്റിംഗ് ഡിസൈനിങ്ങും എല്ലാം ചെയ്തേക്കുന്നതും ഈ ഹാൻഡിൽ നമ്മൾ ഇരുന്ന് കൺട്രോൾ ചെയ്യുന്നതും അതെല്ലാം എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ മെനുവിൽ സെലക്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് നേരെ വരുന്നത് നമുക്ക് സ്പോർട്സ് മോഡ്, ടൂറിംഗ് മോഡ്, അർബൻ മോഡാണ് വരുന്നത്. സ്പോർട്സ് മോഡ് അറിയാമല്ലോ. നമുക്ക് സ്പോർട്സ് മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രാക്കിലോ അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം വല്ലവരൊക്കെ നമ്മുടെ ഒപ്പം പിടിക്കാനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വെടിയും തീയും കൊടുക്കാനായിട്ട് സ്പോർട്സ് മോഡിൽ ഇട്ടാൽ വെച്ചാൽ വേറെ ഒന്നുമല്ല 160 bhp ആണ് നമുക്ക് സ്പോർട്സ് മോഡിൽ വന്നത്. അതേപോലെ ടൂറിംഗ് മോഡിലും 160 bhp ആണ് വരുന്നത്. പക്ഷേ അവിടെ ആക്സിലേഷനും അതേപോലെ ബ്രേക്കിങ്ങും എല്ലാം ചേഞ്ച് ആയിരിക്കും വരുന്നത്. പിന്നെ നമുക്ക് തന്നെ അർബൻ മോഡാണ്. അത് നമുക്ക് ട്രാഫിക്കിലാണെങ്കിലോ അല്ലെങ്കിൽ സിറ്റി റൈഡിലാണെങ്കിലും നമുക്ക് അർബനിൽ റൈഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ 160 bhp എന്നുള്ള നേരെ താഴത്തേക്ക് 120 bhpയിലേക്കാണ് വരുന്നത്. പിന്നെയുള്ള എൻഡോറോ ഫുള്ളി ഓഫ് റോഡിങ് വരുന്നത്. ഇതിലെല്ലാം തന്നെ നമുക്ക് എല്ലാ ലെവൽസും നമുക്ക് മാനുവലിനെ അഡ്ജസ്റ്റബിൾ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ABS ആണെങ്കിലും നമുക്ക് EBD ആണെങ്കിലും എല്ലാം നമുക്ക് ലെവൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ വൈസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വൈസറാണ് കേട്ടോ. അതേപോലെ നല്ല വൈഡാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ലോങ് ഡ്രൈവ് പോകുമ്പോൾ ഒരു വൈസർ എന്ന് വെച്ചാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് വരുന്ന വിൻഡ് നമുക്ക് ഒട്ടും തന്നെ നമുക്ക് കിട്ടുന്നില്ല. എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമ്മൾ എത്ര ലോങ് ഓടിച്ചാലും നമുക്ക് ടയർഡ്നെസ്സോ കാര്യങ്ങളോ ഒട്ടും തന്നെ ഫീൽ ചെയ്യത്തില്ല. അത് ശരിക്കും ലോങ് റൈഡ് ചെയ്യുമ്പോഴേ നമുക്ക് വൈസറിൻ്റെ ഗുണം ശരിക്കും നമുക്ക് ഫീൽ ചെയ്തോളൂ. അപ്പോൾ ഗൈസ് നമുക്ക് 0 to 100 നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 3.3 seconds ആണ് 0 to 100 kilometers പറയുന്നത്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. പക്ഷേ എൻ്റെ ദൈവം, ഇത് വേറെ ലെവലാണ് കേട്ടോ. വെടിയും തീ എന്നൊക്കെ പറയുന്ന പോലെ ഇത് 3.3 seconds തന്നെയാണോന്ന് പോലും എനിക്ക് ഡൗട്ടുണ്ട്. എന്ന് വെച്ചാൽ വണ്ടി കയറുന്ന ലെവൽ അത് എനിക്ക് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. എനിക്ക് ഒറ്റ കാര്യമാണ് പറയാനുള്ളത്. അഡ്വഞ്ചർ ബൈക്ക് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് പവറാണ് വേണ്ടെങ്കിൽ
ഡെഫിനറ്റ്ലി ഗോ ഫോർ മൾട്ടിസ്ട്രാഡ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പവർ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓടിച്ച് നോക്കിയാലേ നിങ്ങൾക്ക് ആ ഫീൽ മനസ്സിലാകത്തുള്ളൂ. ഇത് ഞാൻ ഓടിച്ചത് ഒരു അഡ്വഞ്ചർ ബൈക്ക് ആണോ എന്ന് പോലും എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഗായ്സ്, ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ അടുത്തൊരു റൈഡ് വീഡിയോ അല്ലെങ്കിൽ റിവ്യൂ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ.